ഡോക്ടറെ എന്തൊക്കെ മിസ്കൺസെപ്ഷൻസ് ആണല്ലേ ആൾക്കാർക്ക്. ഈ ഡെയറി പ്രൊഡക്ട്സ് കഴിച്ചാലേ നമുക്ക് സ്ട്രോങ് മസിൽസും ബോൺസും ഉണ്ടാവുള്ളൂ. Is it the only way to maintain strong bonds and muscles? I wouldn't call it the only way. പക്ഷെ കൺവീനിയൻ്റ് ആണ്. ഈ ഡെയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരില്ലേ, ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ദേ ഷുഡ് ഹാവ് അതർ ഓപ്ഷൻസ് നോ. സോ അവർക്ക് വേറെ ഡയറ്ററി ഓപ്ഷൻസ് ഉണ്ടോ. ബട്ട് ലൈക്ക് ഐ സെഡ്, ഡെയറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു കൺവീനിയൻ്റ് ഓപ്ഷനാണ്. ഡെയറി പ്രോഡക്ട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലുള്ള കാൽഷ്യം, അതിലുണ്ടാകുന്ന പ്രോട്ടീൻസ്, അതൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന സാധനങ്ങളാണ്, നമുക്ക് കൺവീനിയൻ്റ് ആണ്. സോ ഇറ്റ്സ് കൂടുതൽ ആൾക്കാർക്ക് ലാക്ടോസ് ഇൻട്രോൾ എന്ന് പറയുന്നത് ഒരു ശതമാനം ആൾക്കാരേ ഉള്ളൂ. ലാർജ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ, ലാർജ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻസ് ആർ ടോളറൻറ്റ് ടു ലാക്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാലും ഡെയറി പ്രോഡക്ട്സും പറ്റും. ഒരു ശതമാനം ആൾക്കാർക്ക് ലാക്ടോസ് ഇൻട്രോളൻ്റ് ആണ്. അപ്പോൾ ആ മാസസിന്, ആ ഹ്യൂജ് മാസസിന് മിൽക്ക് ഇതല്ലേ എത്താൻ ആസ് ഇൻ കോമൺ പീപ്പിൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനം. സോ യെസ്, അല്ലാതെ വേറെ ഡയറ്ററി ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദ ഓൺലി വൺ, ഇറ്റ്സ് എ കൺവീനിയൻറ്റ് വൺ, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയില്ലേ, ഈ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ സ്ത്രീകളിൽ മാത്രമേ കൂടുതലായിട്ട് കാണത്തുള്ളൂ, അങ്ങനെ ഒരു ജെൻഡർ, ആണുങ്ങൾക്ക് കുറവ് സ്ത്രീകൾക്ക് കൂടുതൽ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല. ഓസ്റ്റിയോപോറോസിസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. സമയം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെയാണ് ബാധിക്കുന്നത്. സ്ത്രീകളിൽ മെനോപോസ് എന്ന് പറഞ്ഞ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മെനോപോസ് ഉണ്ട്. അപ്പോൾ മെനോപോസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ്, അതുവരെ ഉണ്ടായിരുന്ന ഹോർമോണൽ ബാലൻസ് എല്ലാം താറുമാറാവുകയാണ്, തകിടം മറിയുകയാണ്. അപ്പോൾ ആ ബോൺ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഹോർമോൺ കുറയും. അതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ആ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള പ്രോസസ്സ് നേരത്തെ വരും. ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോണാണ്, അത് കുറച്ച് കാലം വരെ റെഗുലറായിട്ട് പോകുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും ആണുങ്ങളിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അത് വരുന്നത്, ഓസ്റ്റിയോപോറോസിസ് വരും. രണ്ടുപേർക്കും ഒരേപോലെയൊക്കെ തന്നെ പോകും, പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നത് ആണുങ്ങളിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, പെണ്ണുങ്ങളിൽ കുറച്ച് നേരത്തെ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങളിൽ അത് നേരത്തെ നോട്ടീസ് ചെയ്ത് തുടങ്ങും, നേരത്തെ ഹോസ്പിറ്റലിലേക്ക് വന്നു തുടങ്ങും, നേരത്തെ ഫ്രാക്ചേഴ്സ് വന്നു തുടങ്ങാം, നേരത്തെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു തുടങ്ങാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നോട്ടീസ് ചെയ്യുന്ന പെണ്ണുങ്ങളായതുകൊണ്ട് നമുക്കൊരു കൺസെപ്റ്റ് കിട്ടുന്നതാണ്, ഒരു ഐഡിയ തോന്നുന്നതാണ് പെണ്ണുങ്ങൾക്കായിരിക്കാം കൂടുതലും. ആണുങ്ങൾക്ക് ഇവൻച്വലി വരാം. അതുപോലെ തന്നെ നമ്മൾ ഞങ്ങളുടെ പ്രായത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു കോംപ്ലക്സ് സർജറി ഒക്കെ നമുക്ക് ചെയ്യേണ്ട, നമ്മുടെ ബോഡിയിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പിന്നീട് is there any risk for a fracture in future? അത് സർജറി ചെയ്തത് കൊണ്ട് മാത്രം ഫ്രാക്ചറിനുള്ള റിസ്ക് ഉണ്ടാകുന്നില്ല. ഡിപ്പെൻസ് ഓൺ വാട്ട് സർജറി യു ഡു. ഇപ്പം ബോണിലാണ് സർജറി, ഇപ്പം ബോണിൽ തന്നെ പല രീതിയിലുള്ള സർജറീസ് ചെയ്യാം. ഫ്രാക്ചറിന് ചെയ്യാം, ലിഗമെൻറ്റ് ഇഞ്ചറീസിന് ചെയ്യാം, ഇവിടുത്തെ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷനെ റീഡിറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് കാരണമായിട്ട് തന്നെ ഒരു ലിഗമെൻറ്റ് ഇഞ്ചറീസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക് ACL റീകൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ചെയ്തുകൊണ്ട് ഫ്രാക്ചേഴ്സ് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതേസമയം എന്തെങ്കിലും ഒരു കാരണം വെച്ച് ഫ്രാക്ചറോ എന്തെങ്കിലും വന്ന് നമ്മൾ ബോൺ സർജറി ചെയ്തു എന്നിരിക്കട്ടെ, ആ പോയിന്റിൽ ചിലപ്പോൾ റീഫ്രാക്ചർ വരാം. അല്ലെങ്കിൽ ആ ഇംപ്ലാന്റ് വെച്ചേക്കുന്ന പ്ലേറ്റോ ഇത് വെച്ചേക്കുന്നതിന് മുകളിലോ താഴെയോ ആ ഫ്രാക്ചറിന് അപ്പുറമുള്ള ഭാഗത്ത് ചിലപ്പോൾ സ്ട്രെസ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി അൺലൈക്ലി. അത് ബോൺ ഹീൽ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ റീഗെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഒരു റെഗുലർ ആയിട്ടുള്ള നടക്കും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സെയിം കേസ് ഇപ്പം ഫ്രാക്ചർ വന്ന സ്ഥലത്ത് പിന്നീട് ഫ്രാക്ചർ വരാം എന്ന് പറയുന്നതും സെയിം കേസ് അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? അതെ, അതൊന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാക്ചർ വരുന്നത് ആ മോളിക്കുലർ ലെവലിൽ ആ ഒരു ഒറ്റ യൂണിറ്റ് ആയിരുന്ന എല്ലിൻ്റെ കണ്ടിന്യൂറ്റി പോകുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി വരാൻ വേണ്ടി ബാക്കിയുള്ള സെല്ലുകളെല്ലാം വരും, അതെല്ലാം വന്ന് കാലസ് ടിഷ്യൂസ് എല്ലാം വന്ന് ആ എല്ലിനെ ഒരു യൂണിറ്റ് ആക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ആ യൂണിറ്റ് ആക്കാൻ ശ്രമിക്കുന്ന ആ സമയം ഇറ്റ് ഈസ് വൾണറബിൾ. അപ്പോൾ അവിടെ പിന്നെയും റീഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 3 മാസം കാലാവധി വരെ ഒരു 80% അതിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ആ കാലാവധിക്കുള്ളിൽ എവിടെ പിന്നെയും സ്ട്രെയിൻ വന്ന് അവിടുന്ന് തന്നെ ഫ്രാക്ചർ. അതിലപ്പുറം കാലാവധി പോയി കഴിഞ്ഞാൽ ആ കാലസ് തിക്കൻ ചെയ്യും, കല്ലിക്കും, അത് കാൽസിഫൈ ചെയ്യും, എന്നിട്ടത് ആ ബോണിൻ്റെ ഒരു ഒറ്റ യൂണിറ്റായി മാറും. അപ്പോൾ അവിടെ വരണം എന്ന് നിർബന്ധമില്ല. അതിനുശേഷം എന്ന് വെച്ചാൽ അതിനുശേഷം വരണം നിർബന്ധമില്ല, വേറെ എവിടെയും വരാം. അതുവരെ ചിലപ്പോൾ ഒരു സ്ട്രെസ് പോയിൻ്റ് ഉണ്ടാവും. അപ്പം ഫ്രാക്ചർ ഓക്കെ. ഇനി ലിഗമെൻസിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ കുറേയധികം ഈ സ്പോർട്സിലുമൊക്കെ ഉള്ള ഒരുപാട് അത്ലീറ്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സാധാരണ ഇവിടെ നാട്ടിലൊക്കെ കളിക്കുന്ന പിള്ളേരാണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം ലിഗമെൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നു, അവർ പറയും ഇനി കളിക്കാൻ പറ്റില്ല, ഇനി കളിക്കാൻ പോകാൻ പറ്റില്ല. കാരണം ലിഗമെൻറ്റിൽ വൺസ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല,
അത് തിരിച്ച് നമുക്ക് ശരിയാക്കാനും പറ്റില്ല. കൂടുതൽ ചാൻസും ഉണ്ട്, റിസ്ക്കും ഉണ്ട്, കൂടുതൽ അത് പ്രോബ്ലത്തിലേക്ക് പോകാനും പിന്നീട് കൂടുതൽ അത് പൊട്ടലുകളും ഒക്കെ വരാൻ സാധ്യതകൾ കുറേ കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അത്ലീറ്റ്സിനും സാധാരണ കളിക്കാൻ പോകുന്നവർക്കൊക്കെ അതൊരു ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു പ്രശ്നമാണോ ലിഗമെൻറ്റിൻ്റെ ഇഷ്യൂ പറയണത്? അല്ല, ലിഗമെൻറ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസാണ്. ഇഞ്ചുറി വന്ന് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ആ വേർഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിലെ നമ്മുടെ എക്സസൈസ് രീതികളോ നമ്മൾ കളിക്കുന്ന രീതികളോ എന്തോ ഒരു തെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വീക്ക് ആയതുകൊണ്ടോ നമ്മുടെ മസിൽസ് വീക്ക് ആയതുകൊണ്ടോ അതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസസ് പ്രോപ്പറായി നടക്കാത്തതോ കൊണ്ടാണ് ലിഗമെൻറ്റിൽ സ്ട്രെയിൻ വരുന്നത്. അതർവൈസ് നോർമൽ ലിഗമെൻറ്റ് അതിനെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ബോൺസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദൈവം തന്നേക്കുന്നതാണ്. അതിനെ നമുക്ക് അതിൻ്റെ താങ്ങാവുന്നതിനും അപ്പുറം നമ്മൾ അതിന് സ്ട്രെയിൻ കൊടുക്കുമ്പോഴായിരിക്കും അത് പൊട്ടുന്നത്. ആ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെ? ലിഗമെൻറ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അതിന് ചുറ്റുമുള്ളത് എല്ലുണ്ട്, മസിൽസ് ഉണ്ട്. മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക, ബോണിനെ സ്ട്രോങ് ആക്കുക, അതിൻ്റെ കണ്ടീഷനിങ് എക്സസൈസ് ചെയ്യുക. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ചുകൊണ്ട് ഫുട്ബോളേഴ്സിലാണെങ്കിൽ പിവറ്റിംഗ് എക്സസൈസസ് ഉണ്ട്. അതിനെ വെച്ച് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ കണ്ടീഷൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എവിടെയാണ് നമ്മുടെ ബോഡിയുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പൊസിഷൻസ് എവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ ഇഞ്ചുറീസ് കുറയും. അഥവാ ഇഞ്ചുറീസ് വന്നു എന്നിരിക്കട്ടെ, അതിനും അപ്പുറം ഒരു ഇഞ്ചുറി വന്നത് ഇറ്റ് ഈസ് ഓൾവേസ് റീകൺസ്ട്രക്ട് ചെയ്യാനോ ഇത് ചെയ്യാനോ ACL ഇഞ്ചുറീസ് അത്ലീറ്റ്സിലെല്ലാം ഉണ്ടാകുന്നത്. നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. റീകൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നെ റീകണ്ടീഷനിങ് ചെയ്യണം. റീകണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പിയും എല്ലാം ചെയ്തിട്ട് അവരെന്ത് രീതിയിലാണോ പോയത് ആ രീതിയിലും ഒരു പടി മുകളിലേക്ക് അവർ എക്സസൈസും അവരുടെ കണ്ടീഷനിങ്ങും എല്ലാം നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ദെൻ അവർക്ക് തിരിച്ച് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു അത്ലീറ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്യും. മേ ബി ദേ വിൽ ബി മച്ച് ബെറ്റർ ദാൻ what they used to be, because we are entirely changing their lifestyle. What they have been used to അതിനെ ഒരു പടി മുകളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ആ റീകണ്ടീഷനിങ് ചെയ്യുന്നതോടെ. ആഫ്റ്റർ ഇഫ് ദർ ഇസ് എൻ ഇഞ്ചുറി അതിനെ റീകൺസ്ട്രക്റ്റും ചെയ്തു, അതിനെ റീകണ്ടീഷനിങ് ചെയ്ത് ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു മേ ബി എ മച്ച് ബെറ്റർ ലൈഫ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ദേ കൻ ഗെറ്റ് ബാക്ക് ടു ദർ നോർമൽ ലൈഫ്, മേ ബി ഗെറ്റ് ബെറ്റർ ഇൻ ദർ ലൈഫ്. ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലേ? ഒരു ഐഡിയയെക്കുറിച്ച് നമ്മൾ പുറത്തേക്ക് സംസാരിച്ചാലേ അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും, ഒരു വിവരം കിട്ടുകയുള്ളൂ. സോ യെസ്, വി ക്യാൻ ചേഞ്ച് ദാറ്റ്. താങ്ക് യു. യു വെൽക്കം.